Hi dears, welcome back to Variety Recipes. ഇന്ന് കുട്ടികളുടെ മസിൽസിന്റെ വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ സഹായിക്കുന്ന പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. രാവിലെ ഇത് കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇതുപോലെ ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും വളരെ നല്ലതാണ്. കുട്ടികളുടെ ശരീര വളർച്ചയ്ക്കൊക്കെ വളരെ ഉപകരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 ചെറിയ പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു 150-200 ഗ്രാം കാണും. ഇത് കുറച്ച് കട്ടിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് കട്ടിയിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 10 ഗ്രാം ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഹീറ്റിൽ വെച്ചതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റുക. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് തൂവി കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് കുറച്ചുകൂടി ഉപ്പ് തൂവി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് തൂവി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 20 ഗ്രാം ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാം. ചീസൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് മിൻറ്റ് ലീവ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് തന്നെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. താഴെ ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ സമയത്ത് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ടാകും. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. രാവിലെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വയറ് നിറയെ കഴിച്ചിട്ട് സ്കൂളിൽ പോകും. ചോറിന് ഇത് സൈഡ് ഡിഷായിട്ടും കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയാണ് ഔട്ടർ പാർട്ട്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഇത് കുട്ടികൾ മാത്രമല്ല വലിയവർ കഴിച്ചാലും ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. വീണ്ടും വീണ്ടും തിന്നണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പാത്രം കാലിയാവുമെന്നറിയില്ല. എനിക്ക് തന്നെ ഈ പ്ലേറ്റിലുള്ള മുഴുവനും കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപാര രുചിയിലുള്ള ഈ പൊട്ടാറ്റോ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കുട്ടികളിത് കാണേണ്ട താമസം ഓടി വന്ന് പ്ലേറ്റ് കാലിയാക്കും. അത്രയ്ക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായും കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.